നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 11/10/2025 ഞായറാഴ്ച റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 187 രൂപ 50 പൈസ, RSS 5 കിലോ 184, ISL 20 164 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DAPS 124 രൂപ 70 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 187 രൂപ 50 പൈസ, RSS 5 കിലോ 184 ആണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 177, ലോട്ട് കിലോ 166 മുതൽ 171 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122 രൂപ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസയാണ്. ലാറ്റക്സ് 163 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ കൊള്ളുന്നതിന് 8150, 30% DRC ഉള്ള 200 ലിറ്ററുള്ള ബാരലിന് 9780, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 10410. അതിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 179, RSS 5 കിലോ 176, ISL 20 161 രൂപ 50 പൈസ മുതൽ 162 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 101 മുതൽ 106 രൂപയാണ്. ഇതാണ് രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ റബ്ബർ കർഷകർ വളരെ നിരാശയിലാണ്. അതുകൊണ്ടെന്നാൽ അവർ പ്രതീക്ഷിച്ചത് റബ്ബർ പാല് കിട്ടാത്തതിനാൽ വളരെ നിരാശയിലാണ്. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,390, ഒരു പവൻ 91,120. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,426, ഒരു പവൻ 99,408. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,319, ഒരു പവൻ 74,552. ഇതാണ് സ്വർണ്ണവില. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, പച്ചത്തേങ്ങ 60 മുതൽ 80, പല സ്ഥലത്തും പല വിലയാണ്. കൊപ്ര എടുത്തപടി 219, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കച്ചവടം ഉണങ്ങിയത് 450, കൊക്കോ 340, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10 മുതൽ 15, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 280, ഗ്രാമ്പു 780, ഗ്രാമ്പു നാടൻ 890, കുരുമുളക് നാടൻ 680, കുരുമുളക് വയനാടൻ 680, കുരുമുളക് അൺകാർഡബിൾ കിലോ 683, കുരുമുളക് പുതിയത് 673, കുരുമുളക് ഗാർബിൾ കിലോ 703, പൈനാപ്പിൾ പച്ച 47, പഴം 57, നെല്ല് കിൻഡൽ 2300. വടകര MP ആയ ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. കുറ്റവാളികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്നും ചോരക്കളി വേണ്ടെന്നും CPM ഭീഷണി വഴങ്ങില്ലെന്നും ജനങ്ങളുടെ പിന്തുണയിൽ ചെറുത്തു തോൽപ്പിക്കുമെന്ന് സണ്ണി ജോസഫ് പറയുകയുണ്ടായി. അതേസമയം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഉടനെ ഉണ്ടാകുമെന്നും പുനഃസംഘടന ഉടനെ ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും.